ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവോചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് കർത്താവിന്റെ ദാസനെ ഷിജു ജോസ് പാസ്റ്ററെ കർത്താവ് ധാരാളമായ ആമേൻ ശക്തിയോടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ആമേൻ ഒരു മന്ദത ഇതിനകത്ത് ആമേൻ പിശാച് കൊണ്ടുവരുന്ന ഒരു മന്ദത. സ്തോത്രം. ആമേൻ ഉറക്കത്തിന്റെ ആകാം, ഹല്ലേലൂയ. ഇനി ആമേൻ സ്തോത്രം നിരാശയുടേതാകാം. യേശുവിന്റെ നാമത്തിൽ അതെല്ലാം മാറട്ടെ. ഇമാനുവൽ മിനിസ്ട്രീസ്, ഹല്ലേലൂയ. ഇതിനകത്ത് ആർക്കും അന്ധതയുടെ ആമേ ഇവിടെ ചുറുചുറുക്കുള്ള പ്രായമുള്ളവരാ. സ്തോത്രം. വാർദ്ധക്യമുള്ളവരാ. ആമേ മുട്ടിനും കാലിനും ഒക്കെ വേദനയുള്ളവരാ. ഒരു 2-2.5 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് നടുവേദന, ഇതെല്ലാം ഉള്ളവരാ ഇതിനകത്ത് ഇരിക്കുന്നത്. സ്തോത്രം. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇമാനുവൽ മിനിസ്ട്രീസിന് മറ്റെങ്ങടുത്തും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഹൽക്കനക്കത്തിന് ഒരു ചലനമുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും സ്തോത്രം മിക്കവാറും എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമാ. മറ്റെങ്ങും ഇല്ലാത്തൊരു ദൈവാത്മാവിന്റെ ചലനം, ഒരു കത്തൽ ഇതിന്റെ നടുവിലുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ക്ഷീണമെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാള് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട്. ഇന്നത്തെ വചന ശുശ്രൂഷയെ അനുഗ്രഹിച്ച് ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ട്. പ്രിയ സ്തോത്രം. പാസ്റ്റർ ലാൽ ജോസ്, എൽ ജോസ് അല്ലേ, പിതാവെ പ്രാർത്ഥിച്ചാട്ടെ. അങ്ങ് മ്യൂട്ട് മാറ്റി പ്രാർത്ഥിച്ചാട്ടെ. നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാൻ പരിശുദ്ധനുമായ സ്വർഗ്ഗ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. മീറ്റിംഗ് ഞങ്ങൾ ആദ്യമായിട്ട് കർത്താവെ ജോയിൻ ചെയ്യുവാൻ സ്വർഗരാജാവ് ഞങ്ങൾക്ക് കൃപനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിമാർ പറയപ്പെട്ടതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ടതായിരിക്കുന്നതായ അനുഭവത്തിൽ സന്തോഷം പ്രാപിച്ച് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗരാജാവുകൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, മീറ്റിങ്ങിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിനെ അനുഗ്രഹിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ നാളുകളിൽ തന്റെ ജനം ഉണർന്ന് പ്രകാശിക്കേണ്ടതായിരിക്കാൽ ഉണർവന്റെ ശുശ്രൂഷമായി ഈ മീറ്റിങ്ങിനകത്ത് ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കർത്താവിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകണമേ. ഏറിയ പ്രത്യാശയോടെ നിൽക്കുവാൻ, ഈ മീറ്റിംഗ് നടത്തുവാൻ നിന്റെ കൃപ ചെയ്യണമേ എന്ന് അങ്ങയോടെയാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. തലമുറകളെ എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കുവാനാകണമേ. ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്നതായ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ബന്ധുവിധ ചാർച്ചക്കാരായി കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു കുടക്കീഴിൽ ഇരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ പ്രവർത്തിയോട് വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനെ വർഷിപ്പ് നടത്തുവാൻ പാട്ടുകൾ പാടി ആത്മീയ ജനത്തെ ഉണർത്തുവാൻ സ്വർഗരാജാവിന്റെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസിയെയും അവിടുന്ന് അനുഗ്രഹിക്കണം, കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയെ ഏറി വർദ്ധിച്ചു വരുവാനുള്ള കൃപകളാൽ നിറയ്ക്കുമാറാകണമെന്ന് വീണ്ടും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവെ, പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം തുടർന്ന് ശുശ്രൂഷയെയും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി സഹായിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ഷിജു പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം അവിടുന്ന് പകരുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദാസൻ കൂടെ കേൾക്കപ്പെടുന്ന തിരുവചനങ്ങൾ ജീവിതങ്ങളെ ഉണർത്തിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കർത്താവെ ശക്തി പ്രാപിച്ച് ബലപ്പെടുവാൻ സഹായിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേചിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ദാസൻ കൂടെ കർത്താവ് നൽകുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സുമിതിയിൽ ചേർന്ന ഓരോ ജീവിതങ്ങളും കർത്താവെ, ഹല്ലേലൂയ, ക്ഷീണിച്ചവരായി മന്ദതയുള്ളവരായി ബലഹീനതയുള്ളവരായി പലരാകാതെ ബലഹീനയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ ബലപ്പെടുവാൻ കർത്താവിന്റെ രാത്രി സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളായി, ദുഃഖങ്ങളായി, ശാരീരിക അസ്വസ്ഥതകൾ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. രാത്രി കർത്താവ് വചനത്തിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിച്ച് ആത്മശക്തിയോടെ കുതിച്ചു വരുന്ന ഒരു അനുഭവത്തിലേക്ക് നീങ്ങുവാൻ രാത്രി അവിടെ സഹായിക്കുമാറാകണമെന്ന്
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസനെ അധികം ഉപയോഗിക്കുമാറാകട്ടെ. കൃപയിൽ നടക്കണമേ. ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതിൽ വേണ്ടും ജോയിൻ ചെയ്യുവാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും ക്ഷീണിതരാക്കിയാതെ ഉണർവോടെ പ്രത്യാശയോടെ ഞങ്ങളെ അയക്കുമാറാകണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലവത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു ദേവദാസനെ. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് ഇവിടെ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ അഭിഷിക്ത ദൈവദാസന്മാർ പലരും ഇതിനകത്ത് എനിക്ക് ഈ മൊബൈൽ ആയതുകൊണ്ടുണ്ടല്ലോ സ്ക്രോൾ ചെയ്തിങ്ങനെ നോക്കിയാലേ എനിക്ക് കാണാനൊക്കത്തുള്ളൂ. ഞാനത് അങ്ങനെ നോക്കാറുമില്ല അധികം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവസാന്നിധ്യത്തിനകത്തിരിക്കാൻ ഒരു വാഞ്ച മാത്രമേ ഉള്ളൂ എനിക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുമ്പോൾ. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒക്കെ സഹായിക്കട്ടെ. ഇന്ന് ഞാൻ തോമസ് ചാനെ നോക്കുവാനും തോമസ് അങ്കിളിനെ കാണുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ആമേ ഇന്ന് കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് ആമേ സ്നേഹതീരം പ്രെയർ ഫാമിലി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആമേ നയിക്കുന്ന, ഒപ്പം തന്നെ ആത്മീക ശുശ്രൂഷകൾ കർത്തൃവേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ആമേ സ്തോത്ര ഷിജു ജോസ് അവർകളാണ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ തോമസ് അങ്കിളിൻ്റെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു പാസ്റ്ററും കൂടാണ് അദ്ദേഹം. തോമസ് അങ്കിളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താട്ടെ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും. പറഞ്ഞോട്ടെ. ഞാൻ ആദ്യമായിട്ട് ഞാനൊരു പുതിയ വാസസ്ഥലത്താണ്. കഴിഞ്ഞ 31 വർഷം ഒരു കമ്പനി, ഒരു വീട് ഒക്കെ ആയിട്ട് കഴിഞ്ഞ് ഞാൻ ഇന്നു മുതൽ പുതിയൊരു ഫ്ലാറ്റ് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. എല്ലാം പുതിയ അനുഭവം. എനിക്ക് ഒരു സമയം തന്നെ 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. 2 മൊബൈലിൽ 2 മീറ്റിംഗ് സംബന്ധിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ നടുവില് വചന ശുശ്രൂഷിക്കുന്ന ഷിജു ജോസ്, അദ്ദേഹത്തിന്റെ സ്ഥലം സ്വദേശം കണ്ണൂരാണ്. പക്ഷെ ദൈവവിളി പ്രകാരം അദ്ദേഹം പാലക്കാട് ദൈവം വിളിച്ച് അവിടെ പ്രവർത്തിക്കണമെന്നുള്ള ദൈവാലോചനയിൽ അവിടെ ആയിരിക്കുന്നു. അവിടെ അനേകരെ ദൈവ എന്നിലേക്ക് കൊണ്ടുവരുവാനും സഭകൾ സ്ഥാപിക്കുവാനും സ്ഥാപിച്ച സഭകളിൽ മറ്റു പാസ്റ്റർമാരെ ഏൽപ്പിച്ച് വീണ്ടും തന്റെ ജൈത്രയാത്ര തുടരുന്നു. തനിക്ക് വേറെ ലോകത്തില് ജോലികൾ മറ്റൊന്നുമില്ല. ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ. തന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പല ജോലികൾക്കും പോയെങ്കിലും ദൈവം അവിടെ എല്ലാം തടയിട്ടു. ജോലി, ഈ ലോകത്തിലെ പണസമ്പാദനത്തിനുള്ള ജോലിയൊന്നും പുള്ളിക്ക് ദൈവം അനുവദിച്ചിട്ടില്ല. അപ്പം പുള്ളി ശ്രമിച്ചു നോക്കി ചില ജോലികളൊക്കെ ചെയ്ത് കുടുംബം ഒന്നുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ അത് ദൈവം അനുവദിക്കാത്തതുകൊണ്ട് പൂർണ്ണ സമയം പ്രാർത്ഥനയിലായിരിക്കുന്നു, ശുശ്രൂഷയിലായിരിക്കുന്നു. തനിക്ക് തന്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ നിൽക്കുന്നു, ബലത്തോടെ നിൽക്കുന്നു. ദൈവത്തിൽ മാത്രം ആശ്രയം. ദേവദാസൻ മുന്നോട്ട് പോകുന്നു. ഞാനുമായിട്ട് ഒരു 6-7 കോവിഡ് കാലം പോലുള്ള പരിചയമാണ്. ഞങ്ങൾ പരിചയപ്പെടാൻ കാരണം ഒരു ആഫ്രിക്കയിൽ എന്നുള്ള ഒരു പാസ്റ്റർ ദൂത് പറഞ്ഞതനുസരിച്ചാണ് ഞാനും ഈ മലയാളിയായ കണ്ണൂരുകാരനും ആയ പാസ്റ്റർ ഷിജു ജോസുമായിട്ട് പരിചയപ്പെടുന്നത്. ആഫ്രിക്കയിലുള്ള പാസ്റ്റർ ഇംഗ്ലീഷിൽ ഇദ്ദേഹത്തോട് ദൂത് പറഞ്ഞു, നെക്സ്റ്റ് ഡേ ഒരാള് നിന്നെ കോണ്ടാക്ട് ചെയ്യും. ആ ആള് അങ്ങനെ ചില ദൂത് പറഞ്ഞു ഇംഗ്ലീഷിൽ. അദ്ദേഹം ആഫ്രിക്കയിൽ ഇരുന്നുകൊണ്ട് ലൈവ് കണ്ട ആള് ദൂത് പറഞ്ഞു. അങ്ങനെ ആ ദൂത് ദൈവ നിശ്ചയപ്രകാരമാണ് ഞങ്ങള് പരിചയത്തിലായി. ഇന്നോളം ആ ബന്ധം നല്ല നിലയിൽ തുടർന്നു പോകുന്നു. ഞങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ വിഷയത്തിലൊക്കെയും പരസ്പരം പറഞ്ഞും കേട്ടും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകുന്നു. എൻ്റെ ആത്മീയ ഉന്നമനത്തിനും വചന പഠനത്തിനും ഒക്കെ അദ്ദേഹം ഒരുപാട് സഹായിച്ചു. നിർലോഭമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ 24 മണിക്കൂർ. ഉറക്കമൊക്കെ 2 മണിക്കൂറേ ഉള്ളൂ. രാത്രി 2 മണിക്കൂറേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ. ബാക്കി മുഴുവൻ സമയവും രാത്രി ഏതാണ്ട് 3 മണിയാവും ഉറങ്ങുമ്പോൾ. ഒരു 6 മണി വരെ ഉറങ്ങുള്ളൂ. പിന്നെയും വീണ്ടും. ഇങ്ങനെയാണ് ഷിജു ജോസ് പാസ്റ്റർ ആയിരിക്കുന്നത്. തന്റെ പിതാവ് ഇതിലുണ്ട്, മാതാവുണ്ട്, സഹോദരിയുണ്ട്. സഹോദരനും ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു കുടുംബമായി
കഴിഞ്ഞ 2 തലമുറയായി ഈ വിശ്വാസത്തിൽ അനേകരെ നേടി സഭകൾ സ്ഥാപിച്ചു മുന്നോട്ട് പോകുന്നു. ദൈവദാസൻ നമ്മുടെ ഇടയിൽ ഇന്ന് വചന ശുശ്രൂഷിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ദൈവദാസിന് സമയം അനുവദിച്ചുകൊണ്ട് നിർത്തും. സ്തോത്രം. കേൾക്കാമോ? കേൾക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ എന്ന യേശു കർത്താവ് ഇതിനകത്ത് നടുവിൽ ആകുന്നതായിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇരുന്നവരും ഇരിക്കുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവരുമായ നിസ്തുതനായ യേശു കർത്താവിന്റെ നാമത്തിൽ സൗണ്ട് ഇല്ലായിരുന്നു. കേൾക്കാമോ? ഇപ്പൊ ഒരു ചെറുതായിട്ട്. കേൾക്കാമോ? എല്ലാവരും ഫോണില് വോളിയം കൂട്ടി വെക്കാൻ പറഞ്ഞാൽ മതി. യുവർ സൗണ്ട് ഇസ് നോർമൽ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ലിയർ ആണോ? കുഴപ്പമില്ല. അനുഗ്രഹീത പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എന്റെ ഹൃദയമായ അഭിവാദ്യം. ആദ്യമായി ശുശ്രൂഷയിൽ എന്നെ പങ്കാളിയാക്കുകയും ഈ അനുഗ്രഹീത കൂട്ടായ്മയിലേക്ക് എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട ബ്രദർ തോമസ് അങ്കിളിനോട് എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ 40 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ 39ാം ദിവസം നടന്ന ലൈവ് മീറ്റിംഗിലൂടെയാണ് കർത്താവ് അങ്കിളിനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. അങ്കിൾ ഓർപ്പിച്ചതുപോലെ ആ പരിചയം ഒരു സാധാരണ പരിചയമായിരുന്നില്ല. കർത്താവ് ഒരുക്കിയ ഒരു ആത്മീയ ബന്ധമായിരുന്നു. അന്ന് മുതൽ ഇന്നുവരെയും കർത്താവിന്റെ രാജ്യത്തിനായി ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും അനേകരിലേക്ക് ദൈവസ്നേഹം എത്തിക്കുവാനും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. അതുപോലെ ഇമ്മാനുവേൽ പ്രയർ മിനിസ്ട്രീസ് നയിക്കുന്ന പ്രിയപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് റാണി സിജു സിസ്റ്ററോട് എന്റെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ അവസരം നൽകിയതിനും കർത്താവിന്റെ പ്രവർത്തനത്തിൽ ഒരുമിച്ച് നിൽക്കുവാൻ ഇടയായതിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഓരോ കുടുംബത്തിനും എന്റെ സ്നേഹപൂർവമായ നന്ദിയും ക്രിസ്തുവിലുള്ള ആശംസകളും അറിയിക്കുന്നു. എനിക്ക് പറയുവാൻ ഇനിയും അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ സമയം അനുഭവിക്കാത്തതിനാൽ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വീണ്ടും അവസരം ലഭിക്കുന്നെങ്കിൽ പിന്നീട് അവ പങ്കം വെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുകളെ ലോകത്തിന്റെ തിരക്കുകളിൽ നിന്ന് പിൻവലിച്ച് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് അമ്മയെ പ്രവേശിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട് എല്ലാ ഹൃദയവും ഏകാഗ്രതമാക്കിയാണ് ഇന്ന് ദൈവം ഓരോ കുടുംബത്തോടും വ്യക്തിപരമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു മനസ്സോടെ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാം. പരിശുദ്ധാത്മാവെ, ഈ മീറ്റിംഗിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനും
മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാം, നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ സമയം നിങ്ങളുടെ ഭാരങ്ങള് കർത്തൃ സന്നിധിയിൽ ഏൽപ്പിച്ചാട്ട്. ഹല്ലേലൂയ. യേശുവേ, എന്നെ ഉപയോഗിക്കണമേ. യേശുവേ, എല്ലാ കണ്ണുകളും അടച്ചു അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ചാണ്. എൻ ജീവിതം സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എന്നെ ഇന്നൊരുക്കണമേ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ, എൻ ഹൃദയം നിറച്ചിടണേ. അണഞ്ഞുപോയ തീജ്വലിപ്പിച്ചു അഭിഷേകത്താൽ മൂടിയിടണേ. എൻ കുടുംബം അങ്ങയുടേതാണ്, എൻ ഭാവിയും അങ്ങയുടേതാണ്. എൻ കണ്ണുനീർ തുടച്ചിടുന്ന വിശ്വസ്തനായ കർത്താവേ, ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ചു സുവിശേഷത്തിൻ നയച്ചിടണേ. ഒരു തലമുറ കേൾക്കാൻ എന്നെ അങ്ങ് ഉപയോഗിക്കണമേ. യേശുവേ, നീ ജീവിക്കുന്നു, പ്രത്യാശ നീ മാത്രമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കേ സകല മഹത്വവും അവസാനം വരെ വിശ്വസ്തനായി നിൻ കൃപയിൽ നടന്നിടാം. നിത്യരാജ്യത്തിൽ ചേർന്നിടുവാൻ. യേശുവേ, എന്നെ കാത്തിടണേ. ഹല്ലേലൂയ. കരം ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ അനുഗ്രഹീത രാത്രിയെയും ദൈവ സാന്നിധ്യത്തിലേക്ക് നയിച്ച എല്ലാ ശുശ്രൂഷകൾക്കും ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രത്യേകിച്ച് അത്യന്തം അനുഗ്രഹീതമായ ആരാധനയിലൂടെ നമ്മെ ദൈവസന്നിധിയിലേക്ക് നയിച്ച ഡോക്ടർ ഫേബ ജോയൽ കാനഡ സിസ്റ്ററെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയതിനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കിയതിന് കർത്താവിന് എല്ലാ മഹത്വവും, അതുപോലെ ആത്മാർത്ഥമായി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ ദൈവദാസിമാർക്ക്, വിശേഷ പ്രിയ റാണി ആന്റി, ദൈവദാസന്മാർ, പങ്കെടുത്ത ഓരോ സഹോദരൻ സഹോദരിക്കും എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെ ആകില്ല. ദൈവം ഓരോ കണ്ണുനീരിനും മറുപടി നൽകുന്നവനാണ്. ഓരോ വിശ്വാസ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് തക്ക സമയത്ത് ആമേൻ ഉത്തരം നൽകുന്നവനാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി ദൈവവചനം കേൾക്കുവാനായിട്ട് സമർപ്പിക്കാം. ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ അനുവദിക്കാം.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ രാത്രി ഓരോ വ്യക്തിയോടും ഓരോ കുടുംബത്തോടും വ്യക്തിപരമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ. അമ്മേ, നിങ്ങൾ കാഴ്ചക്കാരെ പോലെ ഇരിക്കാം. അമ്മേ, നിങ്ങളൊരു TV സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ പകലത്തെ ജോലിയുടെ ഭാരം മുഖാന്തരം ഉറക്കവും ക്ഷീണവും നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്നാൽ ആ മാളിക മുറിക്കകത്ത് ഇരുന്ന ആ അഭിഷക്തന്മാരുടെ മേൽ പകർന്ന ആത്മാവിന്റെ പകർച്ച അർദ്ധരാത്രി ശരീരമാസകല വേദന ഉണ്ടായിട്ടും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടും കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിട്ടും അവർ ക്ഷീണത്തിൽ ഉറങ്ങിയില്ല. അവർ ഉണർന്നിരുന്നു പ്രാർത്ഥിച്ചപ്പോഴാ അടിത്തറ ഇളകത്തക്ക വിധത്തിൽ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. ഇന്ന് രാത്രി അപ്രകാരം ഒരു ആത്മപകർച്ചയ്ക്കായി കൊതിക്കുന്നുവെങ്കിൽ നിങ്ങളെ തടഞ്ഞിരിക്കുന്ന, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കുന്ന, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലക്കകത്ത് നിന്ന് നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ദേശത്ത് നിന്ന്, നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന്, നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ചിലരെയും കൂടെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം തലകുനിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസന്റെ അധരങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കണം. കേൾക്കുന്ന ഓരോ ഹൃദയവും നല്ല നിലമായി മാറണം. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ വേരൂന്നി ഫലം കായ്ക്കട്ടെ. ഞങ്ങൾ കേൾക്കുന്നവരായി മാത്രമല്ലപ്പാ, അനുസരിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ, അടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ തൊട്ട് പറ, ഇന്ന് രാത്രി ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവര് പറഞ്ഞോ, സംഭവിക്കുവാൻ പോകുകയാ. ആമേൻ. ഇന്ന് രാത്രി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ നിന്ന് ഈ സൂം മീറ്റിംഗിൽ സംസാരിക്കുവാൻ അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 31/7/2026 വെള്ളിയാഴ്ച രാത്രി. അർദ്ധരാത്രി എന്ന് പറയാതെ. 2026 എത്രാമത്തെ ദിവസമാണെന്നറിയോ നിങ്ങൾക്ക്? ഒരു വർഷം എത്ര ദിവസം ഉണ്ട്? നിങ്ങൾ ആരും പറയുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ഹല്ലേലൂയ. എല്ലാരും മ്യൂട്ട് ചെയ്തോ? മ്യൂട്ട് മാറ്റിയാല് ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് ഓക്കെ ആയിക്കോട്ടെ. ഇടയ്ക്കൊക്കെ ഒരു സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ഒക്കെ പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഓക്കെ. 365 ദിവസം ആണ് ഒരു വർഷം നമുക്കുള്ളത്. അതില് 212ാമത്തെ രാത്രിയാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വർഷത്തിന്റെ പകുതിയിലധികം ദിവസം നാം ജീവിച്ചു കഴിഞ്ഞു. ഇത്രത്തോളം നമ്മെ സഹായിച്ച, ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന, ഇത്രത്തോളം പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമ്മെ ശക്തീകരിച്ച, ബലപ്പെടുത്തിയ കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇമ്മാനുവേൽ പ്രയർ മിനിസ്ട്രീസ് കൊല്ലം റാണി സിസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. അനേകരെ ഈ കാലഘട്ടങ്ങളിൽ കർത്താവിലേക്ക് തിരിക്കുവാൻ, കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ, നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ അതിനെ അതിജീവിക്കുവാൻ തന്റെ അകത്തെ മനുഷ്യനെ ശക്തീകരിച്ച ആ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും കരയറ്റിക്കൊണ്ട് നിന്റെ ജീവിതത്തിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഭയപ്പെടാതെ മുന്നോട്ട് പോകുക എന്നുള്ള വിഷയത്തെ ഇന്ന് രാത്രി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 25-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാരംഭിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ശബ്ദം ഉയർത്തി വായിക്കാം. ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം
നേരല്ല എന്ന് വരികിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുപ്പാൻ ആർക്കും കഴിയുന്നതല്ല. അമ്മ, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. എന്നാൽ ഇവർ എനിക്കെതിരെ ആരോപിക്കുന്ന കാര്യങ്ങൾ സത്യമല്ലെങ്കിൽ ആരും എന്നെ അവരുടെ കയ്യിൽ എന്തിരുത് ഏൽപ്പിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗിൽ ചേർന്നത് യാദർശികമല്ല. കാരണം പ്രിയ റാണി അനിയുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ആ വലിയ ദർശനത്തിന്റെ ഭാഗമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളോട് ആമേൻ ഇന്ന് രാത്രി ആമേൻ സംസാരിക്കുവാനുണ്ട്. ആമേൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് ഒരു പ്രത്യേക പദ്ധതി ദൈവത്തിനുണ്ട്. ആമേൻ, ഈ നിമിഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, അവരെ കുറിച്ചല്ല കേട്ടോ. ഇന്ന് രാത്രി ആമേൻ നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ, നിങ്ങളുടെ കുടുംബങ്ങളിൽ വർഷങ്ങളായി പറയാതെ കിടക്കുന്ന വേദനകൾ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ, നിങ്ങളുടെ കണ്ണുനീർ അവൻ കണ്ടിരിക്കുന്നു. ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവൻ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ആമേൻ വളരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കുറ്റ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ, കള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ, ന്യായ വിധികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം ആമേൻ ശ്രദ്ധിക്കണം. ആമേൻ, ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്തായിരുന്നു അറിയാമോ? അവനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. ആമേൻ, മനുഷ്യൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവം നിങ്ങളെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിംഗിൽ ദൈവം കുടുംബങ്ങളെ സ്പർശിക്കും. ഹല്ലേലൂയ. തകർന്ന ബന്ധങ്ങളെ യോജിപ്പിക്കും. ആമേൻ. നിരാശരായവരെ ഉയർത്തും. ആമേൻ. ഭയപ്പെട്ടിരിക്കുന്നവരെ ദൈവം ധൈര്യപ്പെടുത്തും. അതിനാൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാക്കി ആമേൻ നിങ്ങളുടെ കുടുംബത്തെ കർത്താവിന്റെ മുമ്പാകെ കൊണ്ടുവരൂ. കർത്താവിന്റെ ആമേൻ മുമ്പിൽ സമർപ്പിക്കൂ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ആമേൻ ഒരു മനസ്സോടെ പരിശുദ്ധാത്മാവിനെ ആമേൻ ഒന്ന് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ മീറ്റിംഗിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. ഓരോ കുടുംബത്തിലും അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ. ഓരോ ഹൃദയത്തെയും സ്പർശിക്കണമേ. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്നാരും ശൂന്യമായി മടങ്ങി പോകുവാൻ ഇടയാകാതെ യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട്, അവൻ ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അവൻ ഇന്നും വിടുവിക്കുന്നത് കൊണ്ട്, അവൻ ഇന്നും സൗഖ്യമാക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ സൗഖ്യമാകട്ടെ. ചില ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ചില തലമുറകൾ വിടുതൽ പ്രാപിക്കട്ടെ. വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി അവയെ ചില ജീവിതങ്ങൾ തകർത്ത് ക്രിയാത്മകമായി വെളിപ്പെടട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 25-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 8 മുതൽ 12 വരെയുള്ള വേദഭാഗം. ഇപ്പോൾ നിങ്ങൾ വായിക്കേണ്ട. നിങ്ങൾ ഈ 25-ാം അധ്യായം ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞാലും ഹല്ലേലൂയ നിങ്ങൾ വായിക്കാൻ തയ്യാറാകണം. അപ്പോഴാണ് ഈ മെസ്സേജ് നിങ്ങളുടെ അകത്ത് ജീവൻ വെച്ച് ദൈവ പ്രവൃത്തിയായി വെളിപ്പെടുവാൻ പോകുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ അക്കാലം ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. മനുഷ്യർ നിന്റെ വഴികൾ അടയ്ക്കാൻ ശ്രമിക്കാം, എന്നാൽ ദൈവം തുറന്ന വാതിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർ നിന്റെ വഴികൾ അടയ്ക്കാൻ ശ്രമിക്കാം, എന്നാൽ ദൈവം തുറന്ന വാതിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. അവൻ കുറ്റം ചെയ്തിരുന്നിട്ടില്ല. ഹല്ലേലൂയ. അവൻ കുറ്റം ചെയ്തിരുന്നില്ല, എന്നിട്ടും കുറ്റവാളിയെ പോലെ നിർത്തപ്പെട്ടു. ഹല്ലേലൂയ. അവൻ സത്യം പ്രസംഗിച്ചു, അതുകൊണ്ട് അവൻ എതിർപ്പ് നേരിട്ടു. ഹല്ലേലൂയ. അവനെ മിണ്ടാതാക്കുവാൻ, അവനെ മൗനമാക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. അവനെ തകർക്കുവാൻ ശ്രമിച്ചു. അവനെ ഇല്ലാതാക്കുവാൻ പോലും പദ്ധതി ഉണ്ടായി. എന്നാൽ ഒരു കാര്യം അവർക്കറിയില്ലായിരുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതം മനുഷ്യരുടെ കൈകളിലായിരുന്നില്ല, ദൈവത്തിന്റെ കൈകളിലായിരുന്നു.
ദൈവമക്കളെ, ഇന്ന് നിങ്ങളിൽ ചിലർ ഇതുപോലൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ പരീക്ഷ? ഞാൻ സത്യസന്ധമായി ജീവിച്ചിട്ട് എന്തുകൊണ്ട് ഈ എതിർപ്പ്? എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ ആകുന്നു? ഹല്ലേലൂയ. ഇത്യാദി ചോദ്യങ്ങൾ പല ആവർത്തി ചോദിച്ച് അവൻ നിരാശപ്പെട്ടവനായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ അവൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി അവൻ നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, അവൻ ഞാൻ ഇപ്പോഴും നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണത്തിലാണ്. ദൈവം മൗനമായിരിക്കുന്നു എന്ന് തോന്നുന്ന സമയത്തും അവന്റെ ഹല്ലേലൂയ കൈ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പൗലോസ് റോമിലേക്ക് എത്തണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. Praise the Lord. ഹല്ലേലൂയ. ഞാനും നിങ്ങളും എവിടെയായിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. Praise the Lord. ഇന്ന് രാത്രി ഈ സൂമിൽ ആയിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഒരാമൻ പറയാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് യെരൂശലേമിലെ ഗൂഢാലോചനകൾക്ക് ആ പദ്ധതിയെ തടയാൻ കഴിഞ്ഞില്ല. Praise the Lord. പൗലോസിനെതിരെ ആരൊക്കെ എന്തൊക്കെ ഗൂഢാലോചന നടത്തിയാലും ആ പദ്ധതി ഹല്ലേലൂയ നിറവേറുകയില്ല. Praise the Lord. ഹല്ലേലൂയ. കാരണം ഗൂഢാലോചനകൾക്ക് ദൈവത്തിന്റെ പദ്ധതിയെ തടയുവാൻ കഴിയുകയില്ല. അതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനായി തീരുമാനിച്ചിരിക്കുന്ന അനുഗ്രഹം ആരും മോഷ്ടിച്ചെടുക്കില്ല. ദൈവം തുറക്കുവാൻ പോകുന്ന വാതിൽ ആരും അടയ്ക്കുകയില്ല. ദൈവം ഉയർത്താൻ തീരുമാനിച്ച മനുഷ്യരെ ആരും താഴ്ത്താൻ കഴിയുകയില്ല. ഇന്നൊരു കാര്യം മനസ്സിലാക്കുക, എതിർപ്പുകൾ ഉണ്ടാകുന്നത് ദൈവം നിന്നെ ഉപേക്ഷിച്ചു എന്നതിന്റെ അടയാളമാണ്. പലപ്പോഴും എതിർപ്പുകൾ വലിയ പദ്ധതിയുടെ മുന്നോടിയാണ്. ഇതിനകത്ത് ഹല്ലേലൂയ എനിക്ക് ആന്റി പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിൽ ആയതുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്റെ സ്ക്രീൻ വലുതായി എന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സാലി എന്ന് പറയുന്നത് സാലി ഉണ്ടോ? സാലി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, എതിർപ്പുകൾ വലിയ ദൈവ പദ്ധതിയുടെ മുന്നോടിയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ചില എതിർപ്പുകൾ ഉണ്ടായത് ദൈവത്തിന്റെ പദ്ധതിയുടെ മുന്നോടിയായിരുന്നെന്ന്. ഹല്ലേലൂയ. യോസേഫിനെ കുഴിയിൽ സഹോദരങ്ങൾ തള്ളിയിട്ടു. പക്ഷെ ദൈവം സിംഹാസനത്തിലേക്കാണ് അവനെ നടത്തിയത്. ഇതിനകത്ത് ചിലരെ ദൈവം സിംഹാസനത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരുവാൻ കണ്ടിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ജീവിതത്തിന്റെ മുമ്പിൽ ചില ഒറ്റപ്പെടലുകളും ചില തിക്ത അനുഭവങ്ങളും അനുഭവിക്കേണ്ടതായി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനെ ഹല്ലേലൂയ അതെ നടത്തുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദിനെയും ചില പ്രതികൂലങ്ങൾ ചില പ്രതിസന്ധികൾ പിന്തുടരുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഒടുവിൽ ദാവീദിനെ ദൈവം രാജാവാക്കി. ഹല്ലേലൂയ. പൗലോസിനെ ബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ബന്ധിക്കപ്പെട്ടത് അവന്റെ ശരീരമായിരുന്നു, ദൈവത്തിന്റെ പദ്ധതിയല്ല. ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്ന ഈ സൂമിലായിരിക്കുന്ന ചില ജീവിതങ്ങളുടെ ശരീരം രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ നിന്റെ അകത്തടത്തിൽ നീ പ്രാപിച്ച ആത്മാവിനെ രോഗിയാക്കാനോ അതിനെ ബന്ധിക്കാനോ ഉലകത്തിൽ ഒരു ശക്തിക്കും ഒരു വൈറസിനും കഴിയത്തില്ല. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. പ്രിയ കുടുംബങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, രോഗികൾ ഉണ്ടാകാം, വീട്ടിൽ നിന്ന് അകന്നു പോയവരുണ്ടാകാം, ജീവിതത്തിൽ നിന്ന് അകന്നു പോയവരുണ്ടാകാം. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ മുമ്പോട്ട് വന്ന പലരും നിങ്ങളിൽ നിന്ന് അകന്നു പോയവരുണ്ടാകാം. ഹല്ലേലൂയ. ചില കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ ആയിരിക്കാം ഇന്ന് രാത്രി കടന്നു പോകുന്നത്. എന്നാൽ ഈ രാത്രി ദൈവം പറയുന്നു, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള എന്റെ പദ്ധതി ഇന്നും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള പദ്ധതി ഇന്നും ജീവിച്ചിരിക്കുന്നു. നിന്റെ തലമുറയെ കുറിച്ചുള്ള പദ്ധതി ഇന്നും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന നിർത്തരുത്, പ്രത്യാശ കൈവിടരുത്.
ഈ യേശുവിൽ വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കരുത്. ഹല്ലേലൂയ. അനേകര് പ്രാർത്ഥന നിർത്തുകയാ, അനേകര് ആമേൻ പ്രത്യാശ കൈവിടുക, അനേകര് വിശ്വാസത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി ശുശ്രൂഷകന്മാരായിരിക്കുന്നവരോട്, ദൈവദാസന്മാരെ, ക്ഷീണിച്ചിരിക്കുകയാണോ? എന്റെ ശുശ്രൂഷയ്ക്ക് ഫലമില്ല എന്ന് തോന്നുന്നുണ്ടോ? ഓർക്കുക, പൗലോസിന്റെ ഏറ്റവും വലിയ ശുശ്രൂഷകളിൽ ചിലത് ജയിലിലായിരുന്നു നടന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ നിങ്ങൾ ഉള്ള സ്ഥലം നിങ്ങളുടെ ശുശ്രൂഷയുടെ അവസാനമല്ല, ദൈവം അതിനെ ഒരു പുതിയ തുടക്കമാക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ട് ജീവിതം അവസാനിച്ചില്ല. അവിടെ കൊണ്ട് അവൻ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് അവൻ പരിശുദ്ധാത്മാവ് പൗലോസിനെ കൂടെയുള്ളവരെ നയിച്ചതുപോലെ, റാണിയാൻഡി, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ശുശ്രൂഷയുടെ അടുത്തൊരു തലത്തിലേക്ക് ചില ശുശ്രൂഷകന്മാരുമായി പ്രവേശിക്കുന്ന സമയം. ശുശ്രൂഷകന്മാരായിരിക്കുന്നവരോട് ഇന്ന് രാത്രി ഞാൻ പറയാ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പറയാ, അവൻ ശുശ്രൂഷയുടെ സ്ഥലം അവസാനമല്ല. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വേദനയുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി ഉണ്ടല്ലോ, നിങ്ങൾക്കെതിരെ ഉയരുന്ന ഗൂഢാലോചനകളുണ്ടല്ലോ, അത് അവസാനമല്ല. അവൻ ദൈവം അതിനെ ഒരു പുതിയ തുടക്കമാക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ഒന്ന് സമർപ്പിക്കുവാൻ കഴിയും? ആമേൻ സമർപ്പിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ആമേൻ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരെ അല്ല, അങ്ങയെ വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. പരാജയങ്ങളിൽ നിരാശനാകാം, വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കൃപ നൽകണം. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ കൈകളിലാണ്, ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങയുടെ കൈകളിലാണ്, ഞങ്ങളുടെ ഭാവി അങ്ങയുടെ കൈകളിലാണ്. ഇനി ഞങ്ങൾ ഭയപ്പെടുകയില്ല അപ്പാ, കാരണം അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഈ സമർപ്പിച്ചവരുടെ മേൽ ഒരു പുതിയ തുടക്കം ആമേൻ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചു. ഒന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവനെ കുറിച്ച് ചില തർക്ക സംഗതികളെ കൊണ്ടുവന്നതേയുള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ മതി. അവൻ ദൈവം വൈകുന്നില്ല, അവൻ തന്റെ സമയം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്ത് പറ, അവൻ ദൈവം വൈകുന്നില്ല, അവൻ തന്റെ സമയം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. നമുക്കൊക്കെ ഭയങ്കര തിടുക്കമാണ് അല്ലെ? അവൻ നമ്മുടെ സമയത്ത് ദൈവം എന്ത് ചെയ്യണം? പ്രവർത്തിക്കും. എന്നാൽ ഹല്ലേലൂയ, ഒന്ന് അടുത്തിരിക്കുന്നവരെ തൊട്ടൊന്ന് പറഞ്ഞോ, ദൈവം വൈകുന്നില്ല, അവൻ തന്റെ സമയം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. സമർപ്പിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ദൈവം ചെയ്യാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 25:19 അവൻ യേശു എന്നൊരാൾ മരിച്ചുപോയി എന്നും എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നു എന്നും പൗലോസ് ഉറപ്പിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഒരു കൂട്ടം ആളുകൾ പറയുന്നു യേശു മരിച്ചുപോയി. ഹല്ലേലൂയ. അങ്ങനെ മരിച്ചുപോയി എന്ന് ചിന്തിച്ച
പത്രോസ് ഉപേക്ഷിച്ച പടകും വലയും ഒക്കെ എടുത്ത് എന്ത് ചെയ്തു? ഉപജീവന മാർഗത്തിന് വേണ്ടി ആഴിക്കടലിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയും എടുത്തുചാട്ടക്കാരനാണ്, മുൻകോപിയാണ്. ഒരു ബാല്യക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ കാലം കഴിഞ്ഞു എന്ന് ചിന്തിച്ച് ഉപേക്ഷിച്ച പടകും വലയുമായി ഉപജീവന മാർഗത്തിന് വേണ്ടി ആഴിക്കടലിലേക്ക് പോയവനാണ്. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ യേശു ഒന്നൊരാൾ മരിച്ചു പോയി എന്നും, എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നു. മരണം കൊണ്ട് യേശു തീർന്നില്ല. മരണം കൊണ്ട് യേശു അവസാനിച്ചില്ല. മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് ഉറപ്പിച്ചു പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നതാ, ഞാൻ ഒരിക്കലും വൈകുന്നില്ല. മനുഷ്യരുടെ ഘടികാരത്തിനനുസരിച്ചല്ല, ദൈവത്തിന്റെ സമയത്തിനനുസരിച്ചാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് ജയിലിലായിരുന്നു. ഒരു ദിവസം, 2 ദിവസം, 1 മാസം, ഒരു വർഷം. ഹല്ലേലൂയ. സിജി സിസ്റ്ററെ, ആ കാത്തിരിക്കേണ്ടി വന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ? ഒരു അത്ഭുതം സംഭവിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, 1 ദിവസം, 2 ദിവസം, 1 മാസം, 1 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അവന് തോന്നിയിരിക്കാം, എന്തുകൊണ്ട് ദൈവമേ ഈ വഴിയിൽ? എന്നാൽ സ്വർഗത്തിൽ ദൈവം നിശബ്ദനായിരുന്നില്ല. അവൻ ചരിത്രം ഒരുക്കുകയായിരുന്നു. ഇന്ന് രാത്രി സിജി സിസ്റ്ററോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില ചരിത്രങ്ങളെ ഒരുക്കുകയായിരുന്നത് കൊണ്ടാണ് ചില വിഷയങ്ങൾക്ക് വേണ്ടി ചില കാലതാമസങ്ങൾ എടുക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. അതെ, അവൻ ചരിത്രം ഒരുക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആ അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഫെസ്തോസ് വന്നു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പുതിയ ഇന്നത്തെ സൂം മീറ്റിംഗില് ഇതുവരെ കയറാത്തവര് കയറിയിട്ടില്ലേ? റാണിയന്തി. ഹല്ലേലൂയ. ഇതുപോലെ അതെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം ഒരു ചരിത്രം സൃഷ്ടിക്കുകയാ. എന്തായിരുന്നു? ഫെസ്തോസ് വന്നു. ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോ പ്രവചനം പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ബൈബിളിനകത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അത് പിടികിട്ടണമെങ്കിൽ ബൈബിൾ വായിക്കണം. അതുകൊണ്ട് 25 അധ്യായം നിങ്ങൾ മുഴുവനും വായിക്കണം. ഇപ്പൊ വായിക്കണ്ട. ഹല്ലേലൂയ. ഫെസ്തോസ് വന്നു, അഗ്രിപ്പ രാജാവ് വന്നു. ഹല്ലേലൂയ. ഇവരൊക്കെ വന്നത് എന്തിനാ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പേരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പരിചയപ്പെടാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. ഇനി പൗലോസിന്റെ സാക്ഷ്യം അതെ, രാജാക്കന്മാരുടെ മുമ്പിൽ എത്തേണ്ട സമയമായി. നമ്മളൊക്കെ സഭയ്ക്കകത്ത് സാക്ഷ്യം പറയുന്നവരാ അല്ലെ? നമ്മളെ വിളിച്ചപ്പോൾ ആ വിളിക്കകത്തൊരു പാക്കേജ് ഉണ്ട് അല്ലെ റാണി ആന്റി? കൊല്ലത്ത് ആ സറൗണ്ടിൽ മാത്രമല്ല, ലോകത്തിന്റെ അറ്റത്തോളം. ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുകയാണ്. പട്ടണങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുകയാണ്. ചില തലമുറയോടുള്ള ബന്ധത്തിൽ ചില രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുകയാണ്. ചില വിഷയങ്ങൾ തകർത്ത്, ചില കാലതാമസം, മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ, ഭവനത്തിന്റെ പണിയോടുള്ള ബന്ധത്തിൽ 1 2 ചില വർഷങ്ങൾ കാലതാമസം എടുത്തത് എന്തിനാണെന്നറിയാമോ? ചില സാക്ഷ്യങ്ങൾ ബാബിലോട് കർത്താവ് വീണ്ടും പറയുന്നു, ചില സാക്ഷ്യങ്ങൾ ലോകത്തോട് പറയുവാൻ, ചില ചരിത്രങ്ങൾ നിന്റെ ജീവിതത്തിലൂടെ എനിക്ക് ലോകത്തോട് പറയുവാനുണ്ടെന്ന്. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പൗലോസ് എത്തപ്പെട്ടത്, ഫെസ്തോസിന്റെ മുമ്പിൽ എത്തപ്പെട്ടത്. ഹല്ലേലൂയ. ചില രാജാക്കന്മാരുടെ മുമ്പിൽ പൗലോസിന്റെ സാക്ഷി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പോ രാജകീയ ഭരണം
ഉള്ള രാജ്യത്ത് അവൻ നമ്മുടെ സാക്ഷ്യം എത്തണമെങ്കിൽ നമുക്ക് സാക്ഷ്യം വേണ്ടേ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണ്ടേ? ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവത്തിന്റെ സമയമെത്തിയപ്പോ ഹല്ലേലൂയ ഒരു ജയിലിലെ തടവുകാരൻ രാജാക്കന്മാരുടെ മുമ്പിൽ സാക്ഷിയായി നിന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ ചിലരോട് ഞാൻ പറയാ, ഇന്ന് രാത്രി തടവറയ്ക്കകത്ത് കിടക്കുന്നത് പോലെ ആമേൻ ചില വേദനയ്ക്കകത്തൂടെ, ചില ശാരീരിക അസ്വസ്ഥതയ്ക്കകത്തൂടെ, ചില വെല്ലുവിളിക്കകത്തൂടെ, ചില പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുന്ന ജീവിതങ്ങള് ഹല്ലേലൂയ സുജാസജി ആമേൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ ഒരു ജയിലിലെ തടവുകാരൻ രാജാക്കന്മാരുടെ മുമ്പിൽ സാക്ഷിയായി നിന്നതുപോലെ നീ എന്റെ സാക്ഷിയായി നിൽക്കുവാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച വേദനകൾ, നീ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, അവൻ നീ അവൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നീ വില കൊടുക്കേണ്ടി വന്നു. ഒരു ജയിലിലെ തടവുകാരൻ രാജാക്കന്മാരുടെ മുമ്പിൽ സാക്ഷിയായി നിന്നതുപോലെ ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ചില ജീവിതങ്ങൾ ചിലരുടെ മുമ്പിൽ സാക്ഷിയാകുവാൻ പോകുകയാണ്. ഓ ചില സാക്ഷികളായി മാറുവാൻ പോകുക. ഓ ഹല്ലേലൂയ. നിന്റെ ദേശത്ത്, നിന്റെ ഗ്രാമത്തില്, നിന്റെ സഭയില്, നിന്റെ പട്ടണത്തില്, നിന്റെ സഹോദരങ്ങളുടെ മുമ്പില് നീ പറഞ്ഞത് ജീവൻ വെച്ച് ഹല്ലേലൂയ. ആമേൻ. യോസേഫ് കണ്ട ആ സ്വപ്നം പാഴായി പോയില്ല. യോസേഫ് അവൻ മുറുകെ പിടിച്ച ആ വിശ്വാസം, വിശ്വസ്തത പാഴായി പോയില്ല. നിന്ദിച്ചപ്പോഴും അവഗണിച്ചപ്പോഴും തള്ളിയിട്ടപ്പോഴും അവനോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് രാത്രി അവൻ നിന്നോട് കൂടെയുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ അതെ ഭൂമിയിൽ ഒരു ജയിലിലെ തടവുകാരൻ രാജാക്കന്മാരുടെ മുമ്പിൽ സാക്ഷിയായി നിന്നതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ ശക്തീകരിക്കുക, ചില ജീവിതങ്ങളെ ഫലപ്പെടുത്തുക. ഓ ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യമായി മാറാൻ പോകുകയാണ്. ഓ ചില തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ സാക്ഷിയായി മാറാൻ പോകുകയാണ്. ഓ നിന്റെ സാക്ഷ്യം കേട്ട ചിലർ യേശുവിലേക്ക് തിരിയുവാൻ പോകുകയാണ്. പ്രിയ കുടുംബങ്ങളെ, നിങ്ങൾ വർഷങ്ങളായി ഒരു പ്രാർത്ഥന കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനു വേണ്ടി ആമേൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കുഞ്ഞിനു വേണ്ടി ഹല്ലേലൂയ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ജോലിക്ക് വേണ്ടി, ഹല്ലേലൂയ. ഒരു വിവാഹത്തിന് വേണ്ടി, ഹല്ലേലൂയ. ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു ശുശ്രൂഷയുടെ വാതിലിനു വേണ്ടി കാത്തിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പുതിയ തുടക്കം, പുതിയ സാക്ഷ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. ദൈവം മറന്നിട്ടില്ല. ആമേൻ. നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ ദൈവം എണ്ണിയിട്ടുണ്ട്. നിന്റെ വിശ്വാസം വെറുതെ ആകില്ല കേട്ടോ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കാഴ്ചക്കാരൻ പോലെ ഇരിക്കാതെ ാവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, വാഞ്ചയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ ജയിലിനകത്തു നിന്ന് രാജാക്കന്മാരുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുവാൻ ശക്തീകരിക്കുന്ന പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ ശക്തീകരിക്കുന്നു. ദൈവം ഒരുക്കുന്നത് ഒരു വലിയ വേദിയാണ്. ഇതിനകത്ത് ആമേൻ ശീബ, ഹല്ലേലൂയ, ശീബാസിനോട് ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ ഇടപെടുന്നു. ആമേൻ ദൈവം ഒരുക്കുന്നത് വലിയ വേദിയാണ്. ചില വേദികൾ നിനക്കായി ദൈവം ഒരുക്കുകയും, എനിക്കറിയില്ല ആമേൻ, ചില വേദികൾ ദൈവം നിനക്കായി ഒരുക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസിന് ചെറിയൊരു വേദി ആമേൻ പോരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്താനാണ് ദൈവം ആഗ്രഹിച്ചത്. ഇന്ന് രാത്രി ശിമയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒരു സാധാരണക്കാരന്റെ മുമ്പിലല്ല, ഒരു സാധാരണ കുടുംബത്തിനല്ല, ഒരു സാധാരണ ജനത്തിന്റെ നടുവിലല്ല, ഒരു അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തിക്കായി പൗലോസിനെ രാജാക്കന്മാർ
രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തിയതുപോലെ ഹല്ലേലൂയ ദൈവം നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ചില വൈകലുകൾ വലിയ അനുഗ്രഹങ്ങൾക്കുള്ള ഒരുക്കമാണ്. മുമ്പിൽ ചില തടസ്സങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, ചില താമസങ്ങൾ, പരിശുദ്ധാത്മാവ് പറയുന്നു അത് വലിയ അനുഗ്രഹങ്ങൾക്കുള്ള ഒരുക്കമാണ്. ഹല്ലേലൂയ. ചില വാതിലുകൾ, ഹല്ലേലൂയ, ഇതിന് വലിയ വാതിലുകൾ തുറക്കുവാനാണ്. ആമേൻ. ചിലത് റിജക്റ്റ് ആയി പോയത്, ചിലത് തിരസ്കരിക്കപ്പെട്ടത്, ചിലത് അവേർആയത്, അതിലും വലിയ വാതിലുകൾ തുറക്കാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശുശ്രൂഷകന്മാരോട് ദൈവാത്മാവ് ഇടപെടുക. ദൈവദാസന്മാരെ, ഇപ്പോൾ നിങ്ങൾ മറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലായിരിക്കാം. ആരും നിങ്ങളെ അറിയാതിരിക്കാം, ആരും നിങ്ങളെ വിളിക്കാതിരിക്കാം. ചില ദൈവദാസിമാർ ദൈവാത്മാവ് ഇടപെടുക. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ആ മറവിയിൽ വിശ്വസ്തത, പരസ്യമായ അഭിഷേകത്തിന്റെ അടിത്തറയാണ്. പ്രാർത്ഥനാ മുറിയിൽ കരയുന്നവരെ വേദിയിൽ ദൈവം ഉയർത്തും. രഹസ്യത്തിൽ വിശ്വസ്തരായവരെ പരസ്യത്തിൽ ദൈവം മഹത്വപ്പെടുത്തും. ഇന്ന് രാത്രി പുതിയ തലമുറയോടുള്ള ഒരാഹ്വാനം കൂടെ പറയുവാൻ ദൈവം എനിക്ക് നിയോഗം തരികയും. ഇതിനകത്ത് യൗവനക്കാരുണ്ടോ? ഇതിനകത്ത് യൗവനക്കാരികളുണ്ടോ? ആമേൻ. ഉറങ്ങുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉറങ്ങാത്തവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ യുവജനങ്ങളെ, ദൈവത്തിന്റെ സമയം കാത്തിരിക്കാൻ പഠിക്കൂ. കാത്തിരിപ്പ് പരാജയമല്ല കേട്ടോ, കാത്തിരിപ്പ് ഒരുക്കമാണ്. അഭിഷേകത്തിനുള്ള ഒരുക്കം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ പ്രശ്നങ്ങളുടെ മീതെ, അവർ പ്രതികൂലങ്ങളുടെ മീതെ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. ഓ ശരഗബ ശതരഗസ് തുടവന ഹതുനി ദിഗൽകവനഗദരഗസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില പ്രശ്നങ്ങൾക്കകത്തായിരിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, അതിന്റെ മീതെ, ആമേൻ, വെള്ളത്തിന്റെ മീതെ പത്രോസ് ചവിട്ടി നടന്നതുപോലെ, ആമേൻ, ആ പ്രശ്നത്തിന്റെ മീതെ, ആമേൻ, നീ താഴുകയല്ല, നീ അതിന്റെ മീതെ ചവിട്ടി നടക്കാൻ പോകുക, ചവിട്ടി നടക്കാൻ പോകുക. പാപുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ലായിരുന്നു. അരുളി ചെയ്ത നസറനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ചില മേഖലകളെ കീഴടക്കിക്കൊണ്ട് ജയാളിയായി മരണത്തെ പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് കരേറിപ്പോയി ഇരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിന്നെ ഒതുക്കാൻ നോക്കിയവരുടെ മുമ്പിൽ, നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കിയവരുടെ മുമ്പിൽ, നിന്റെ നാശം കാണാൻ നോക്കിയവരുടെ മുമ്പിൽ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ട് ആമേൻ, ആ കല്ലറ തുറക്കപ്പെട്ടതുപോലെ, ആ കല്ലുരുണ്ട് മാറിയതുപോലെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ചില തടസ്സങ്ങൾ ഉരുണ്ട് മാറുകയാ. ആമേൻ, ആമേൻ, ചില മുദ്രകൾ പൊട്ടുകയാ, ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. വിളിക്കുള്ള ഒരുക്കം, ഹല്ലേലൂയ. രാജ്യത്തിനുള്ള ഒരുക്കം,
അവൻ ദൈവം നിങ്ങളെ വെറുതെ കാത്തിരിക്കുകയല്ല, അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്, അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയാണ്. അവന്റെ കയ്യില് ഇണങ്ങിയ ഒരു ആയുധമായി ഉപയോഗിക്കുവാൻ. ഓ, ദാവീദിനെ ഗോലിയാത്തിനെ നിലംപരിചയാക്കുവാൻ ഒരുക്കിയെടുത്തതുപോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ, സൂസൻ ഡോൺ ഹല്ലേലൂയ, ചില മേഖലകള് അവൻ ചില ഗർജിക്കുന്ന അവൻ അതേ ശബ്ദങ്ങളുടെ മുമ്പിൽ ദാവീദ് നിന്നതുപോലെ നിന്നാൽ ഞാൻ പല കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് പറഞ്ഞ ദാവീദിനെ ശക്തീകരിച്ച ദൈവം നിന്നെ ശക്തീകരിക്കുന്നു, നിന്നെ ബലപ്പെടുത്തുന്നു. എന്റെ ജനത്തെ വെല്ലുവിളിച്ചൊതുക്കാൻ നോക്കിയ ഗോലിയാത്തിന്റെ അവൻ സർക്കിളിനകത്ത് നിന്ന് അവരെ പുറത്തെടുക്കുവാൻ ദാവീദിനെ ഉപയോഗിച്ചതുപോലെ ഈ തലമുറയിൽ ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ കണ്ടിരിക്കുകയാണ്. ഓ ശരഗമ ശംഭരഗസി അധുരി നികൽക്കവരഗതരഗസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ജോലി മേഖലയിൽ ഒതുങ്ങുവാൻ ദാവീദിനെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം അവന്റെ മേൽ വീണ അഭിഷേകം അപ്പന്റെ ആടുമായി വനാന്തരത്തിൽ കഴിയുകയല്ല. ഹല്ലേലൂയ. ജനത്തെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിക്കുകയാണ്. ഓ ശരഗമ ശംഭരഗസി. ഹല്ലേലൂയ. ആമേൻ. കണ്ണുകൾ അടയ്ക്കാമോ? ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അങ്ങയുടെ സമയത്തെ വിശ്വസിക്കുവാൻ കൃപ നൽകണം. നിരാശയുടെ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് മാറ്റണം. ഉമാമോഹൻ നിരാശയുടെ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് മാറ്റണം. പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പുതുക്കണം. കാത്തിരിക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കും. കാത്തിരിക്കുന്ന ഓരോ ദൈവദാസനെയും ശക്തിപ്പെടുത്തും. കാത്തിരിക്കുന്ന ഓരോ യുവാവിന്റെയും യുവതിയുടെയും ജീവിതത്തിൽ അങ്ങയുടെ സമയം വേഗത്തിൽ വെളിപ്പെടും. ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വൈകുന്ന ദൈവമല്ല, അവിടുന്ന് വിശ്വസ്തനാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വചനം കൂടെ നിങ്ങളോട് പങ്കിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആമേൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ആമേൻ. കർത്താവ് നൽകുന്ന നിയോഗം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ ശേഷിക്കുന്ന മിനിറ്റുകൾ, ആമേൻ ചില സമയങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ ഒരു അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തിക്ക് മുഖാന്തരമായി നിൽക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും, ദൈവം നമ്മെ ബലപ്പെടുത്തും. വിശ്വസിക്കുന്നവരൊരാമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ. യേശു ജീവിക്കുന്നു. അതാണ് നമ്മുടെ സാക്ഷ്യത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യത്തിന്റെ ശക്തി യേശു ജീവിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിലൂടെ അനേകർ കാണാൻ പോകും. ആ മാർത്തയുടെ മറിയയുടെ വീട്ടില് അവൻ വന്ന യഹൂദന്മാര് അവൻ യേശു ജീവിക്കുന്നവനാണെന്ന് അവൻ ആ കല്ലറ തുറന്ന് അവൻ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് വെളിപ്പെടുത്തിയതുപോലെ 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറവാതിൽക്കൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറവാതിൽക്കൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. കൊച്ചുമോളാന്റി വിശ്വസിച്ചോ? അവൻ ദൈവത്തിന്റെ മഹത്വം വിശ്വസിച്ചാൽ കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതേ വെറുതെ പറഞ്ഞതല്ല.
ആമേൻ. കൊച്ചുമോളാൻറ്റി ഹല്ലേലൂയ വിശ്വസിച്ചോ, മഹത്താൽ കാണാൻ പോകുക. കരഞ്ഞത് വെറുതെയല്ല, കാത്തിരുന്നത് വെറുതെയല്ല. ആമേൻ. കല്ലെറിയാൻ നോക്കിയിരുന്ന യഹൂദന്മാർ വിശ്വസിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ കണ്ണുനീർ കണ്ട് മനസ്സറിഞ്ഞവർ ഇന്ന് രാത്രി ജീവിക്കുന്നു. ഹല്ലേലൂയ. 25-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. യേശു എന്നൊരാൾ ആമേൻ മരിച്ചു പോയി എന്നും എന്നാൽ അവൻ ജീവിച്ചിരുന്നു എന്നും പൗലോസ് ഉറപ്പിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ 25-ന്റെ ആ ഹൃദയം, ആമേൻ, നമ്മൾ പറയില്ലേ ചങ്കാതൊക്കെ. ഹല്ലേലൂയ. ആമേൻ. ആ അധ്യായത്തിന്റെ ഹൃദയം എന്താണെന്നറിയോ? ആമേൻ. ഒരു വ്യക്തിയാ. ആ വ്യക്തി ആരാന്നറിയോ? എന്നെ ഞാനാക്കി മാറ്റിയ യേശുവപ്പ. ഹല്ലേലൂയ. എനിക്ക് സാക്ഷ്യം ഉണ്ടാക്കി തന്ന യേശുവപ്പ. ആ യേശു ആമേൻ നിങ്ങളിലൂടെ ജീവിക്കുന്നുവെന്ന് ലോകം കാണത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി തകർന്നിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഇറങ്ങി വരുവാൻ പോകുക. അതികൂപാരങ്ങളെ ജീവിപ്പിക്കുവാനാക്കിയ യഹോവയുടെ സാന്നിധ്യം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന ആമേൻ അഹരോന്റെ വടി തളർത്തതുപോലെ ആമേൻ ആമേൻ മോളിക്കുട്ടി ആന്റി ആമേൻ എപ്പോഴൊക്കെ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ടോ, പെട്ടകത്തിനകത്ത് ആ വടി എത്തപ്പെട്ടതുപോലെ ചില വേദികൾ, ചില താരങ്ങൾ, ചില മാനങ്ങൾ എപ്പോഴൊക്കെ ദൈവ സന്നിധി വീഴുന്നുണ്ടോ ആ വടി കായ്ച്ചിട്ടുണ്ട്, ആ വടി തളർത്തിട്ടുണ്ട്, ആ വടി പൂത്തിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ കൂടെ കൂടാതെ, പാപികളുടെ കൂടെ കൂടാതെ, പരിഹാസികളുടെ കൂടെ കൂടാതെ യഹോവയുടെ പ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന ആരുണ്ട്? അവൻ തളിർക്കാൻ പോകുക, അവൻ പൂക്കാൻ പോകുക, അവൻ ഫലം കായ്ക്കാൻ പോകുക, അവർ ചെയ്യുന്നതൊക്കെ സാധിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു അവൻ ഫെസ്തോസ് പൗലോസിന്റെ സന്ദേശം വിശുദ്ധീകരിച്ചപ്പോൾ അവൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. പൗലോസ് യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഹല്ലേലൂയ. സൗഖ്യമുണ്ടോ? അല്പമൊക്കെ ഉണ്ട്, അങ്ങനല്ല കേട്ടോ. ആമേൻ. യേശു നിന്നെ സൗഖ്യമാക്കി ഉറപ്പിച്ച് പറയാൻ പോകും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആമേൻ ദൈവം പ്രവർത്തിച്ചോ എന്ന് ചോദിക്കുമ്പോ പറയാൻ പേടിയാ, പറയാൻ ധൈര്യമില്ല. ഇന്ന് രാത്രി അവൻ ഭയത്തെ മാറ്റി പ്രവർത്തിച്ചു എന്ന് പറയാൻ പോവാ. ചില മാതാപിതാക്കളുടെ കണ്ണുനീർ തുഴക്കപ്പെടുവാൻ പോയി. സഹോദരിയുടെ കണ്ണുനീര് വെറുതെ ആയില്ല. അവൻ കല്ലറയ്ക്കകത്തു നിന്ന് ജീവൻ വെച്ച് ദാസം തുറന്നു വന്നതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വാർത്തയും മറിയും. ഹല്ലേലൂയ. ഏക സഹോദരൻ. ഹല്ലേലൂയ. പ്രിയമായ ഭവനം. ഹല്ലേലൂയ. ക്ഷണിക്കാതെ കണ്ട് കടന്നു വന്ന ചില ദീന മരണത്തിലേക്ക് പോയി. ഹല്ലേലൂയ. ആമേൻ. ചിലര് ചോദിച്ച് എന്തിനാ ഇറങ്ങിയത്, എന്തിനാ കൊടുത്തത്, എന്തിനാ പാടിയത്, എന്തിനാ പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. അറിയിച്ചിട്ട് വന്നില്ലല്ലോ. ഒത്തിരി പ്രാർത്ഥിച്ചതാ കേട്ടോ. ചിപ്പി കർത്താവ് പറയുന്നു, ഒത്തിരി അറിയിച്ചതാ, ഒത്തിരി പ്രാർത്ഥിച്ചതാ, മറുപടി കണ്ടില്ല, മറുപടി കണ്ടില്ല. ആമേൻ. ഇനി വേറെ പണി നോക്ക്. മാർത്ത പറയും, അല്ല മറിയ പറയും, ഹല്ലേലൂയ, വരും വരും വരും. ഞങ്ങളുടെ കണ്ണുനീര് കാണുന്ന ഒരുവൻ അവൻ വരും വരും വരും. ഹല്ലേലൂയ. വരുന്നുണ്ട്, വരുന്നുണ്ട്. ഒരു ഞായറാഴ്ച ദിവസം വരുന്നുണ്ട് ചിപ്പി. ആമേൻ. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് ഒരു ഞായറാഴ്ച വരുന്നുണ്ട്. ഒരു ഉയർപ്പിന്റെ ദിനം വരുന്നുണ്ട്. യെസ്, നിന്റെ കണ്ണുനീർ തുടയ്ക്കപ്പെടാൻ പോകുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നുണ്ട്.
അവൻ പൗലോസ് അവൻ യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പിച്ചു പറയുന്നു. അവൻ ചില മാതാപിതാക്കളോട് ആലീസ് രാജു ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ചിലത് നീ ഉറപ്പിച്ചു പറയാൻ പോകുക. ഓ അപ്പാ, കത്തിയുണ്ട്, വിറകുണ്ട്, ആമേൻ, എണ്ണയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? അവൻ കണ്ട ഇടറിയില്ല കേട്ടോ. അപ്പം പറഞ്ഞു, മകനെ യഹോവ ഈരെ. ഉറപ്പിച്ചു പറയാൻ പോകുക. നീ പറയുന്നത് സംഭവിച്ചു കേട്ടോ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ആമേൻ. എന്താണെന്നറിയോ? യേശു ഇന്ന് ജീവിക്കുന്നു. ഒന്ന് പറഞ്ഞേ, യേശു ഇന്ന് ജീവിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ എനിക്ക് വേണ്ടി വരും. ആ പ്രിയനായവന്റെ ആ രോദനം കണ്ട് കരയുന്ന അവൻ ആ സഹോദരിമാരെ കണ്ടിട്ട് കാണാതെ പോയില്ല കേട്ടോ. ഹല്ലേലൂയ. പുരോഹിതൻ അർത്ഥപ്രാണനായി കിടക്കുന്നവനെ കണ്ടിട്ട് മാറിപ്പോയി. ഹല്ലേലൂയ. ലേവി മാറിപ്പോയി. പക്ഷെ നല്ല സമര്യായ വന്നിട്ടുണ്ട്. അവൻ മാറിപ്പോകത്തില്ല. പലരും കണ്ടു മാറിപ്പോയി. എന്നാൽ മാറിപ്പോകാത്ത നല്ല സമര്യായ യേശു വന്നിട്ടുണ്ട്. അവൻ നിന്നെ വിളിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഓ ശരഗബബ. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞവനാ. അവൻ ശൂന്യമായ പടകിനെ നിറച്ചവനാ. ഓ, അവൻ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. അവന്റെ വണ്ടിയിൽ കയറ്റി അവൻ വഴിയമ്പലത്തിൽ കൊണ്ടുപോയിട്ട് തള്ളിയിട്ട് പോകുന്നവനല്ല, ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. ഇനി അധികം വന്നത് ചെലവായാൽ വന്ന് തരാമെന്ന് പറഞ്ഞവനാ. കർത്താവ് ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആസന്നമായിക്കൊണ്ടിരിക്കുന്നു പ്രിയരെ. അവൻ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. അവൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ആശിപ്പിച്ചു പോകുന്നവനല്ല. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യുക തന്നെ ചെയ്യും. അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊരു മരിച്ച നേതാവിനെ അല്ല, ജീവിച്ചിരിക്കുന്ന രക്ഷകനെയാണ് പ്രസംഗിക്കുന്നത്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും സംസാരിക്കുന്നു. അവൻ ഇന്നും സൗഖ്യമാക്കുന്നു. അവൻ ഇന്നും വിടുവിക്കുന്നു. അവൻ ഇന്നും കുടുംബങ്ങളെ പുനഃസ്ഥാപിക്കുന്നു. പ്രിയ കുടുംബങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ തീ അണഞ്ഞു പോയിട്ടുണ്ടോ? ഇന്ന് വീണ്ടും ആ തീ ജ്വലിപ്പിക്കൂ. ഹല്ലേലൂയ. ഭർത്താവും ഭാര്യ ഒരുമിച്ച് പ്രാർത്ഥിക്കൂ. മക്കളുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കൂ. ഓരോ ദിവസവും ദൈവവചനം വായിക്കൂ. യേശു വസിക്കുന്ന വീടുകളെ ഇരുട്ടിനെ ജയിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷ ചെറുതാണെന്ന് ഒരിക്കലും കരുതരുത്. ഹല്ലേലൂയ. ഒരാത്മാവ് അവൻ രക്ഷിക്കപ്പെട്ട സ്വർഗം സന്തോഷിക്കുന്നു. പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആകില്ല. കണ്ണീർ ഒരിക്കലും പാഴാകില്ല. വചനം ഒരിക്കലും ഫലമില്ലാതെ മടങ്ങുകയില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുതുതായി അഭിഷേകം ചെയ്യും. അമ്മേ, ക്ഷീണിച്ച കൈകളെ ബലപ്പെടട്ടെ. തളർന്ന മുട്ടുകൾ ഉറപ്പിക്കപ്പെടട്ടെ. അണഞ്ഞുപോയ ആത്മീയ അഗ്നി വീണ്ടും ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഈ ദേശത്ത് ആമേൻ, ഈ സൂമിംഗ് മീറ്റിംഗില് ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ദേശത്ത് ആമേൻ തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. സോഷ്യൽ മീഡിയയിൽ അടിമകളായിട്ടല്ല തലമുറകൾ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന യുവജനങ്ങളായി അവർ എഴുന്നേൽക്കട്ടെ. ലോകത്തിന്റെ പ്രശംസ തേടുന്നവരല്ല, ദൈവത്തിന്റെ ഹൃദയം തേടുന്നവരാകട്ടെ. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവരാകട്ടെ. പ്രാർത്ഥനയെ സ്നേഹിക്കുന്നവരാകട്ടെ. വിശുദ്ധിയെ വിലമതിക്കുന്നവരാകട്ടെ. ഈ തലമുറയിൽ നിന്ന് സുവിശേഷകന്മാർ ഉയരട്ടെ. പാസ്റ്റർമാർ ഉയരട്ടെ. മിഷണറിമാർ ഉയരട്ടെ. ശുശ്രൂഷകന്മാർ ഉയരട്ടെ.
ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഉയരട്ടെ. ദൈവത്തിന്റെ ഹൃദയമുള്ള നേതാക്കന്മാർ ഉയർന്നു വരട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാൽ ഹല്ലേലൂയ ഒന്ന് സമർപ്പിക്കപ്പെടാമോ? നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരായാലും, രണ്ട് കൈകളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തും. ആ ഹൃദയം തുറന്ന് പറയൂ, യേശുവേ, ഞാൻ അങ്ങയുടേതാണ്. എന്റെ കുടുംബം അങ്ങയുടേതാണ്. എന്റെ മക്കൾ അങ്ങയുടേതാണ്. എന്റെ ശുശ്രൂഷ അങ്ങയുടേതാണ്. എന്റെ ഭാവി അങ്ങയുടെ കൈകളിൽ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ രാത്രിക്ക് ശേഷം നിങ്ങളുടെ വീടുകളിൽ പുതിയ സമാധാനം ഉണ്ടാകും. വിശ്വസിക്കുന്നവരെല്ലാം പറഞ്ഞാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പുതിയ ശക്തി ലഭിക്കും. തകർന്ന ബന്ധങ്ങൾ യോജിക്കപ്പെട്ടു. അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കും. അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ദൈവം പ്രവർത്തനം ആരംഭിക്കും. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത കുടുംബങ്ങളിൽ നിന്ന് ദൈവം ശുശ്രൂഷകന്മാരെ ഉയർത്തും. ഈ തലമുറയിൽ നിന്ന് അഭിഷക്തന്മാരായ സുവിശേഷകന്മാരെ ഉയർത്തും. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ ഹൃദയങ്ങളിൽ കത്തട്ടെ. യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. ഇനി ഭയമല്ല, വിശ്വാസം. ഇനി നിരാശയല്ല, പ്രത്യാശ. ഇനി പരാജയമല്ല, ക്രിസ്തുവിലെ ജയം. യേശു ജീവിക്കുന്നു. യേശു രാജാവാ. യേശു വീണ്ടും വരുന്നു. ആ ദിവസത്തിനായി വിശുദ്ധിയോടെ ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ ആരും അയ്യോ സമയം കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് തിടുക്കപ്പെടേണ്ട. ഈ നിമിഷം പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിങ്ങളെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ രണ്ട് കൈകളും ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തും. ഹൃദയം തുറക്കും. പരിശുദ്ധാത്മാവിനോട് പറയൂ, കർത്താവേ, ഞാൻ ഇവിടെ ഉണ്ട്. എന്നെ സ്പർശിക്കണമേ, എന്നെ മാറ്റണമേ. ഈ നിമിഷം ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തിയവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓരോ വീടുകളിലേക്കോ ഇപ്പോൾ ഇറങ്ങി വരണമേ. ഓരോ ഹൃദയത്തെ സ്പർശിക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ അമ്മയെയും ആശ്വസിപ്പിക്കണമേ. നിശബ്ദമായി വേദനിക്കുന്ന ഓരോ അപ്പനെയും ശക്തിപ്പെടുത്തണമേ. ഭയത്തിൽ കഴിയുന്ന ഓരോ യുവാവിനെയും യുവതിയെയും ധൈര്യപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇരുളിന്റെ എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ തകർന്നു പോകട്ടെ. നിരാശയുടെ ആത്മാവ് വിട്ടുപോകട്ടെ. ഭയത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. രോഗത്തിന്റെ ശക്തികൾ തകരട്ടെ. കർത്താവേ, സൗഖ്യത്തിന്റെ സ്പർശനം ഇപ്പോൾ പകരണമേ. കണ്ണുനീരിന് പകരം സന്തോഷം നൽകണമേ. ബലഹീനതയ്ക്ക് പകരം ശക്തി നൽകണമേ. രോഗത്തിന് പകരം ആരോഗ്യം നൽകണമേ. വഴിയില്ല എന്ന് കരുതുന്നവർക്ക് പുതിയ വഴി കാണിച്ചു കൊടുക്കണമേ. കർത്താവേ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ക്ഷീണിച്ച കൈകൾ ബലപ്പെടട്ടെ. തളർന്ന ഹൃദയങ്ങൾ പുതുക്കപ്പെടട്ടെ. വചനത്തിൽ പുതിയ അഗ്നി ലഭിക്കട്ടെ. പ്രാർത്ഥനയിൽ ശക്തി ലഭിക്കട്ടെ. ശുശ്രൂഷയിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആമേൻ. മക്കൾ അഭിഷേകമുള്ളവരായി, ഹല്ലേലൂയ, ദൈവഹിതം അന്വേഷിക്കുന്നവരായി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ബന്ധനങ്ങൾ തകരുന്നു. രോഗികൾ സൗഖ്യമാകുന്നു. സമാധാനം മടങ്ങി വരുന്നു. ശുശ്രൂഷയ്ക്ക് പുതിയ തുടക്കം ഹല്ലേലൂയ സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ഒരു സാധാരണ രാത്രിയല്ല. ദൈവം നിശ്ചയിച്ച
ദൈവം നിയമിച്ച രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റകബ ശബദഗദഗദഗസ്. ചുടബബബബബബ. അപ്പാ, പുകയെന്ന് തിരികെ കിടത്തി കളയാൻ, ചതഞ്ഞോടെ നിരസിച്ച് കളയാത്ത സ്വർഗത്തിന്റെ ഇന്ന് രാത്രി അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അവസരം നൽകിയ കർത്താവിന്റെ ദാസിക്ക്, എന്നെ ഇൻവൈറ്റ് ചെയ്ത കർത്താവിന്റെ ദാസന്, ഈ ശുശ്രൂഷയിൽ ഈ സമയം വരെ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഈ കുടുംബത്തിന്റെയും വിശേഷ സ്നേഹതീരം ഫാമിലിയുടെയും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ആമേൻ, ആമേൻ. കർത്താവിന് മഹത്വം, സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനവും ആലോചനകളും നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സ്തോത്രം. ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ന്യായാസനത്തിന് മുമ്പാകെ പൗലോസ് അപ്പോസ്തലൻ നിന്ന് ശക്തമായിട്ട് ഹല്ലേലൂയ, സ്തോത്രം, തനിക്ക് മരണത്തെ ഭയമില്ല, മുൻപിൽ പിശാച് ഉയർത്തുന്നതിനെ ഒന്നും ഭയമില്ല. പരിശുദ്ധാത്മാവ് ദൈവദാസൻ അവസാനം പറഞ്ഞ് നിങ്ങളെ ശ്രദ്ധിച്ചു കാണും. ഭയപ്പെടുത്തുന്ന ഹൽക്കനകത്തിര അമ്മ ഞാൻ അക്ഷരാർത്ഥത്തിൽ കണ്ടു നിൽക്കുന്ന ജിന്നിന്റെ ആധിപത്യങ്ങളെ ഭയപ്പെടുത്തുവാൻ, വചനകത്തിന പിറകോട്ട് വലിച്ചു കളവാൻ, നിരാശപ്പെടുത്തി കളവാൻ. അമ്മൻ ഡിക്കനകസി ഒന്ന് ദൈവജനമൊന്ന് എഴുന്നേറ്റേ, ദൈവജനമൊന്ന് ആത്മാവിലൊന്ന് ഉണർന്നേ. റിമന ഹജ്ജിന രഹസി അമ്മ ഞാൻ ശക്തിയോടെ ആരാധിച്ചപ്പോൾ സ്വർഗത്തിന്റെ തീക്കകത്ത് കത്തുന്നത് പോലൊരു കാഴ്ച ഹൽക്കനകത്തിര ആത്മാവിൽ എനിക്ക് തിരിച്ചറിവാൻ ഇടയായി തീർന്നു. ഹൽക്കനഹസി റികദൽ കമന. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനകളോട്, സ്വർലോകത്തിന്റെ അന്ധകാര ആധിപത്യങ്ങളോട്. ഹൽക്കനഹസി അതിനെതിരെ ആത്മാവിൽ ആമേൻ, സ്തോത്രം, വചനമെന്ന വാളും പരിശുദ്ധാത്മ ശക്തിയും കൊണ്ട് ആമേൻ ആത്മാവിൽ ആരാധിച്ച് എതിർത്തു നിൽക്കുമ്പോൾ അൽക്കനകത്തിന ദുഷ്ടന്റെ തന്ത്രങ്ങൾ തകർന്നു മാറും. ഇന്ന് രാത്രി അൽക്കനഹസി റികദൽക്കമന സാലിയാന്റിന്റെ സ്തോത്രം. അൽക്കനകത്തിന രഹസി സാലിയാന്റിയും കഴിഞ്ഞ ദിവസം സമാനമായിട്ട് ഒരു ദർശനം കണ്ടിട്ട് ആമേ പ്രാർത്ഥന കൂട്ടത്തിനോട് അറിയിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേ സ്തോത്രം. പിശാച് വിഴുങ്ങിയ ഒരു അനുഭവത്തില് ഹല്ലേലൂയ ആമേ സ്തോത്രം, ശത്രു തകർത്ത് കളവാൻ നിൽക്കുന്ന അനുഭവത്തിൽ രക്തത്താലും വചനത്താലും, യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ വചനത്താൽ വിടുതലുണ്ട്. എത്ര മുങ്ങിയുന്ന അനുഭവമാണെങ്കിലോ, എത്ര വിഴുങ്ങപ്പെട്ട അനുഭവമാണെങ്കിലോ, ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനിൽ കൂടെ വിളിച്ചു പറഞ്ഞതുപോലെ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുക, അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകൂ. പിശാചിനോട് എതിർത്ത് നിൽപ്പ്, അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകൂ. ഇന്ന് രാത്രി യേശുപ്പച്ചൻ നമ്മുടെ അടുക്കലുണ്ട്. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്, തലമുറയ്ക്കകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റേച്ചൽ ആന്റിയുടെ കൊച്ചുമോനെയൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ നടുവിലായിരിക്കുന്നത്. പ്രിയ കുഞ്ഞിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ എല്ലാവരും ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട് ആ കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ ആത്മശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. കൈക്കുഞ്ഞുങ്ങളെയൊക്കെ ഉള്ളവരല്ലേ, എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് സാലി ആന്റി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ക്രിസ്തുവേശുവിൽ കൂടി ഞങ്ങളെ അത്യന്തം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പാ സ്തോത്രം, ഈ രാത്രി സമയത്തിനായി സ്തുതിക്കുന്നു. അപ്പാ സ്തോത്രം, ഞങ്ങൾക്ക് ഒരുമിച്ച് ഹല്ലേലൂയ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്ന് അങ്ങയുടെ പാദപീഠത്തിൽ എത്രത്തോളം സമയം ആയിരിക്കാൻ തക്കണം എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ കൃപകൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ. അപ്പാ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാ വ്യക്തമായി ഹല്ലേലൂയ അപ്പാ സ്തോത്രം ഞങ്ങളുടെ മധ്യത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങയുടെ ദാസനെ അവിടുന്ന് ശക്തമായി വീഴ്ചനായി സ്തോത്രം, പാട്ടുപാടി ആരാധിച്ച് ഹല്ലേലൂയ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് തിരുവചനത്തിന്റെ ഹല്ലേലൂയ അപ്പാ സ്തോത്രം മുമ്പിൽ ഞങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവെ, ക്രിസ്തുവിനെ ഹല്ലേലൂയ ഉയർത്തി ഹല്ലേലൂയ ജീവിച്ച ഒരു
ഹാലലിയ പൗലോസിന്റെ ജീവിതത്തിൽ കൂടി ഹാലലിയപ്പ സ്തോത്രം അതെ റീബ രഖചന ഹാലലിയപ്പ സ്തോത്രം കർത്താവിനെ ഉയർത്തി ഹാലലിയ ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ ഹാലലിയ ഞങ്ങളോട് ഓരോരുത്തരുള്ള വ്യക്തമായ ആലോചനകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹാലലിയ അപ്പാ സ്തോത്രം ഹാലലിയ നൽകി തന്ന് ജീവിതങ്ങളെ ബലപ്പെടുത്തി ജീവിതങ്ങളെ ഹാലലിയ ശക്തിപ്പെടുത്തി ഹാലലിയപ്പാ സ്തോത്രം ഹാലലിയ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല പിന്നെയോ ധൈര്യത്തിന്റെയും ഉറപ്പിന്റെയും ഹാലലിയ ആത്മാവിന്റെ ആ ശക്തി ഹാലലിയ പ്രാപിച്ചുകൊണ്ട് ഹാലലിയ ഒരു പുതിയ അനുഭവത്തിലേക്ക് ഹാലലിയ ചുവട് വെക്കുവാൻ തക്കണം നാഥ ഹാലലിയ ഈ രാത്രികാലം പിന്നെ ഞങ്ങളെ ബലപ്പെടുത്തിയ അങ്ങയുടെ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു ഹാലലിയ ശത്രുവിന് ഞങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയയില്ല ഹാലലിയപ്പാ സ്തോത്രം ഹാലലിയ അവൻ എവിടെയെങ്കിലും പ്രവർത്തിപ്പാൻ കഴിയുന്നത് പലപ്പോഴും ഞങ്ങളുടെ ഭയമാണ് ഹാലലിയ ഞങ്ങൾ പേടിക്കുന്നതാണ് എന്നാൽ കർത്താവെ സ്തോത്രം ഭയപ്പെടാതെ നിരാശപ്പെടാതെ ഹാലലിയപ്പാ സ്തോത്രം ഹാലലിയപ്പാ സ്തോത്രം ഞങ്ങളുടെ വിഷയങ്ങളെക്കാൾ ഞങ്ങളുടെ പ്രയാസങ്ങളെക്കാൾ ഞങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ ഹാലലിയ 10 മടങ്ങ് 10,000 മടങ്ങ് ഹാലലിയ അത് നിവർത്തീകരിപ്പാൻ ശക്തനായ ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത് ആകയാൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഹാലലിയപ്പാ സ്തോത്രം വിടുതലായി വെളിപ്പെടുവാൻ തക്കണം നാഥ അവിടുന്ന് സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പാ സ്തോത്രം ശുശ്രൂഷിപ്പാൻ തക്കണം അങ്ങയുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം പിന്നെയും അങ്ങയുടെ ദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അനേകർക്ക് അനുഗ്രഹമായി തരുവാൻ അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം ഹാലലിയ അനേക കുടുംബങ്ങൾക്ക് വ്യക്തി ജീവിതങ്ങൾക്ക് ഹാലലിയ ദേശങ്ങൾക്ക് ഹാലലിയപ്പാ സ്തോത്രം വിടുതലായി തീരത്തക്ക വിധത്തിൽ കർത്താവെ ഹാലലിയ അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് ഗ്രൂപ്പിൽ കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം ഓരോരുത്തരോടും കർത്താവ് നൽകിയ ദൈവിക ഹാലലിയ അറിയിച്ച വാഗ്ദത്തങ്ങൾ ഓരോന്നും അവരുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെട്ട ഹാലലിയ ശത്രു ഒരു വിഷയത്തിന് മുഖത്തും ഹാലലിയ അതിനെ തടസ്സമിടുവാൻ കഴിയാത്ത വിധത്തിൽ ഹാലലിയ ശത്രു ലജ്ജിച്ച് പിന്മാറത്തക്കതിൽ കർത്താവെ ഓരോരുത്തരുടെ ഓരോ വിഷയങ്ങൾക്കും വിടുതൽ നൽകി സന്തോഷത്തോടെ സമാധാനത്തോടെ ഹാലലിയ ഓരോരുത്തരെ അവിടുന്ന് ഹാലലിയ തുടർന്നും ഹാലലിയ ക്രിസ്തുവിൽ ഹാലലിയ വർദ്ധിച്ചു വരുവാൻ ഹാലലിയ വിശുദ്ധിയിൽ വർദ്ധിച്ചു വരുവാൻ പ്രത്യാശയിൽ വർദ്ധിച്ചു വരുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാവരെയും അവിടുത്തെ ഉള്ളം കരങ്ങളിൽ വായിച്ചോളുമാണെന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഇമ്മാനുവൽ മിനിസ്ട്രീസിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പ റാണി സിസ്നായ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ച ഓരോ വാഗ്ദത്തങ്ങളും നിറവേറപ്പെടണം ഗ്രൂപ്പിലൂടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനും ഗ്രൂപ്പിൽ കടന്നു വരുന്ന ഓരോ വ്യക്തി ജീവനങ്ങൾക്കും അത് വിടുതലായി തീരുവാൻ തക്കണം നാഥ അവിടുന്ന് സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സകല മാനവ മഹത്വം പുകഴ്ചയും അങ്ങേക്ക് മാത്രമുള്ളത് സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഷിജു പാസ്റ്ററിന് ദയവായി ആശീർവാദം കൂടെ പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെയും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും വിശേഷ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുകൂടെയും കർത്താവിന്റെ 2ാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ആമേൻ.